ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലാസ്റ്റ് പാർട്ട് ഓഫ് പോളിനോമിയൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലീനിയർ ക്വാഡ്രാറ്റിക് ക്യൂബിക് പോളിനോമിയൽസിന്റെ സീറോസും അവയുടെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. സോ അത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ലീനിയർ പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി, ഞാൻ അതിൻ്റെ സീറോ ആൽഫ ആക്കി എടുക്കുകയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ഇനി ലീനിയർ ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് എത്ര സീറോസേ കാണുള്ളൂ? ഒരൊറ്റ സീറോ മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ഫോമിലാണ് നമ്മൾ എഴുതാറ് അല്ലേ. ഡിഗ്രി 2 ആണ്, അതുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് 2 സീറോസ് വിൽ ബി ദർ. സോ ആ രണ്ട് സീറോസ് ഞാൻ ആൽഫ ബീറ്റ ആക്കി എടുക്കുകയാണെങ്കിൽ അവയുടെ സം എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. ഓക്കെ, അവയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സി ബൈ എ ആയിരിക്കും. ഇനി ക്യൂബിക് പോളിനോമിയലിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഡിഗ്രി 3 ആണ്. സോ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് 3 സീറോസ് വിൽ ബി ദർ. സോ ഞാൻ അത് ആൽഫ ബീറ്റ ഗാമ എന്ന 3 നമ്പേഴ്സ് ഒക്കെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സം എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആയിരിക്കും. അവിടെ പ്രൊഡക്റ്റോ മൈനസ് ഡി ബൈ എ ആയിരിക്കും. ഇവിടെ മറ്റു രണ്ടിനെ അപേക്ഷിച്ച് ഒരു പ്രോപ്പർട്ടി കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ഒരു സം എടുക്കുകയാണെങ്കിൽ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഇങ്ങനൊരു സം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ സം എന്ന് പറയുന്നത് സി ബൈ എ എന്ന വാല്യൂ ആയിരിക്കും. സോ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ പറയാനുള്ളത്. ലീനിയറിൻ്റെയും ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയും അതുപോലെ ക്യൂബിക് പോളിനോമിയലിൻ്റെയും പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും പോളിനോമിയൽസ് തന്നിട്ട് അവയുടെ സീറോസ് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം ഏത് പോളിനോമിയൽ ആണെങ്കിലും ആ പോളിനോമിയലിൻ്റെ സീറോസ് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. പല മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്, അതുപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏത് പോളിനോമിയലാണോ, ഏത് ഡിഗ്രി പോളിനോമിയലാണോ അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്ത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാറാണ് പതിവ്. സോ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഞാനൊരു പോളിനോമിയൽ എടുത്തിരിക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിച്ച് അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, സോ ഇതിന് മിഡിൽ ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫാക്ടേഴ്സ് ആക്കി മാറ്റി അങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചൊരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. രണ്ട് നമ്പേഴ്സിനെ എടുക്കുകയാണ് എ ആൻഡ് ബി. ഏതോ ഒരു എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 10 എന്ന് പറയുന്നത്. അതായത് എ ബി ഈസ് ഈക്വൽ ടു 10 ആണ്. എ പ്ലസ് ബി ആണ് 7. അങ്ങനെയാണെങ്കിൽ എ ബി ഏതൊക്കെയായിരിക്കും വാല്യൂസ് എന്ന് നോക്കാം. ഓക്കെ, ആകെയുള്ളൊരു പോസിബിലിറ്റി എന്താണ്? 2ഉം 5ഉം വരാം. അതുപോലെ ഓക്കെ, 2ഉം 5 എന്നുള്ള ഒരു പോസിബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ശരി. 2 + 5 is equal to 7. 2 × 5 is equal to 10. സോ ഇതിനെ എങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 is equal to എക്സ് പ്ലസ് 2 ആൻഡ് എക്സ് പ്ലസ് 5 എന്ന് എഴുതാം. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കി. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 5 5x, 2 ഇൻറ്റു എക്സ് 2x. അപ്പോൾ 5x പ്ലസ് 2x ഈക്വൽ ടു 7x. 2 × 5 10. കറക്റ്റ് തന്നെയാണല്ലോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടുക. സോ ഇതിൻ്റെ ഫാക്ടറൈസേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് വേറൊരു തിയറായിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ ഫാക്ടേഴ്സാണ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ എയും ബിയും ഒക്കെ അതിൻ്റെ സീറോസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് എയും ബിയും സീറോസ് ആണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാമെന്നും പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ കിടക്കുന്ന എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 5 എന്നുള്ള ഫോമിലാണ് അല്ലേ. എനിക്കിതിന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാമല്ലോ. എക്സ് മൈനസ് മൈനസ് 2 എന്താ സംഭവം? പ്ലസ് 2 തന്നെയാണ് വരിക അല്ലേ. അതുപോലെ ഇതിനെ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ഓഫ് മൈനസ് 5 ആക്കി എഴുതാം. സോ ഇപ്പോൾ എക്സ് മൈനസ് ബി എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ഫാക്ടേഴ്സിനെ കിട്ടിയല്ലോ. സോ എന്തൊക്കെയായിരിക്കും ഇതിന് സീറോസ്? സീറോസ് ആർ ആൽഫ ഈസ് ഈക്വൽ ടു -2, ബീറ്റ ഈസ് ഈക്വൽ ടു -5. ഓക്കെ, രണ്ട് സീറോസ് കിട്ടി. ഇനി ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഫസ്റ്റ് സമ്മാണ്. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -2 -5. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7 വരും. എനിക്കിതിനെ എന്താക്കി മാറ്റി എഴുതാം? -7/1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? -7 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. സോ മൈനസ് ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയും.
ഓക്കെ, അപ്പോൾ സമ്മിൻ്റെ കാര്യത്തിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ ആൽഫ ബീറ്റ എടുത്തു. സോ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -2 ഇൻറ്റു -5 ആണ്. ദാറ്റ് മീൻസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 2 ഇൻറ്റു 5 10 വരും. ഓക്കെ, 10. എനിക്ക് 10നെയും എന്ത് ചെയ്യാം, 10 ഡിവൈഡഡ് ബൈ 1 എന്നുള്ള ഫോമിലാക്കി എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഓക്കെ, നമ്മുടെ പോളിനോമിയലിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം ആണ് 10 എന്ന് പറയുന്നത്. സോ കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ എന്ത് തന്നെയുണ്ട്, ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. എക്സ് സ്ക്വയർ -3 എന്ന് പറഞ്ഞ പോളിനോമിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 3 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ്, √3യുടെ സ്ക്വയർ ആണ് അല്ലേ. സോ ഇവിടെ കിടക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് √3 സ്ക്വയർ എന്ന ഫോമിലാണ്. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. സോ ഇതെന്ത് വരും, നമുക്കിതിനെ എക്സ് പ്ലസ് √3 ഇൻറ്റു എക്സ് മൈനസ് √3 എന്ന ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതിനെ ഞാൻ ഒന്നും കൂടി മാറ്റിയിട്ട് ഇവിടെ പ്ലസ് ആണല്ലോ. സോ -(-√3) ഇൻറ്റു എക്സ് മൈനസ് √3 എന്നാക്കി എഴുതി. ഇപ്പോൾ നോക്കിയേ, എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി എന്നുള്ള ഫോമിലായാലോ, ഫാക്ടേഴ്സ് ആയി കിട്ടി അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, സീറോസ് എന്ന് പറയുന്നത് ഒന്ന് -√3 ആണ്, അതുപോലെ ഒന്ന് +√3 ആണ്. സോ ഐ എം ഗെറ്റിംഗ് alpha is equal to -√3 and beta is equal to +√3. So -√3 +√3 ആണ് എക്സ് സ്ക്വയർ -3 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് കിട്ടി. ഇനി നമുക്ക് അതൊന്നും കൂടി വെരിഫൈ ചെയ്ത് നോക്കാം, ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ ആദ്യം നമുക്ക് സം എടുക്കാം. സം എടുക്കുമ്പോൾ -√3 +√3 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് -0 ഡിവൈഡഡ് ബൈ 1 എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. എന്നിട്ട് എന്ത് എഴുതാം, മൈനസ് ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. നോക്കിയേ, എക്സ് സ്ക്വയർ -3 ആണുള്ളത് അല്ലേ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ ഇവിടെ 0 ആണ്. എക്സ് എന്നുള്ള ടേം ഇതിലില്ല, അപ്പോൾ കോഎഫിഷ്യൻ്റ് 0 ആണ്. സോ അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വെരിഫൈ ചെയ്തു. ഇനി പ്രോഡക്റ്റ് കൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ആൽഫ ബീറ്റ is equal to -√3 ഇൻറ്റു √3 വിച്ച് ഇസ് ഈക്വൽ ടു -3. √3യുടെ സ്ക്വയർ 3 ആണ്. സോ -3 വരും. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് -3/1 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു -3 എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ അങ്ങനെ തന്നെ എഴുതാണ്, കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഏത് പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ, ഏതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നു കഴിഞ്ഞാലും നമുക്കിങ്ങനെ പല മെത്തേഡിലാണ് സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടൊക്കെ നമുക്ക് സീറോസ് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ വെരിഫൈ ചെയ്ത് ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ എക്സാമ്പിൾ തന്നിട്ടുള്ള മറ്റൊരു പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതായത് 2 നമ്പേഴ്സ് -3 അതുപോലെ 2 എന്നുള്ള 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. -3 ആൻഡ് 2 ഈ 2 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് എന്തൊക്കെയാണെന്നറിയോ, ഏതോ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ 2 സീറോസ് ആൽഫ ബീറ്റ, ആ ആൽഫയുടെയും ബീറ്റയുടെയും സമ്മാണ് -3 എന്ന് പറയുന്നത്, പ്രൊഡക്റ്റാണ് 2 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആണ്. ഏതോ ഒരു പോളിനോമിയൽ ഉണ്ട്, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്, അതിൻ്റെ 2 സീറോസ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സമ്മ് -3 ആണ്, പ്രൊഡക്റ്റ് 2 ആണ്. അത്തരത്തിലുള്ള ഒരു പോളിനോമിയലാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സീറോ കണ്ടുപിടിച്ചു, എന്നിട്ട് ഇത് വെരിഫൈ ചെയ്യാണ് ചെയ്തത്. നമ്മൾ തിരിച്ച് റിവേഴ്സ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട്, ആൽഫ ബീറ്റ നമ്മുടെ കയ്യിലുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണല്ലോ, എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു
-3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ ഞാൻ അതിനെ ഒന്നുകൂടി മാറ്റിയിട്ട് മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്നുള്ളതിന് പകരം ഞാൻ -b ആക്കി എടുക്കുകയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളതിന് പകരം ഞാൻ a ആക്കി എടുക്കുകയാണ്. കാരണം നമ്മൾ ജനറൽ ഫോമിൽ ax² + bx+c എന്നാണല്ലോ എഴുതാറുള്ളത്. സോ ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ -b/a എന്ന് ഇതിനെ ജസ്റ്റ് ലെറ്റേഴ്സിലേക്ക് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു -3 ആണ്. ഇനി അതുപോലെ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ ഒരു ലെറ്റേഴ്സിൻ്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ കോൺസ്റ്റന്റ് ടേം c ആണ്. സോ c ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² a ആണ്. c/a ഇസ് ഈക്വൽ ടു 2 ആണ്. സോ ഇത് ഞാൻ ഇക്വേഷൻ 1 അതുപോലെ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ -b/a എന്ന് പറയുന്നത് -3 ആണ്. അതുപോലെ c/a എന്ന് പറയുന്നത് 2 ആണ്. പുട്ട് a ഇസ് ഈക്വൽ ടു 1. എക്ക് ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ -b എന്ത് വരും, -3 ആണ് അല്ലേ. സോ -b ഇസ് ഈക്വൽ ടു -3 ഇംപ്ലൈസ് b ഇസ് ഈക്വൽ ടു 3 ആണ്. ഇനി c/a ഇസ് ഈക്വൽ ടു 2 ആണല്ലോ. a 1 ആയി കഴിഞ്ഞാൽ c ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ax² + bx+c എന്നുള്ള പോളിനോമിയൽ a b c എന്തൊക്കെയാണെന്ന് കിട്ടി. ഇനി നമുക്ക് പോളിനോമിയൽ എഴുതാലോ. a 1 ആണ്. സോ x² പ്ലസ് ബിയുടെ വാല്യൂ 3 ആണ്, 3x പ്ലസ് സിയുടെ വാല്യൂ 2 ആണ്. സോ ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ് കണ്ടുപിടിച്ച് അതിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് വെരിഫൈ ചെയ്യാം. -3 ആണ്. അതുപോലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇതുപോലെ സമ്മും പ്രൊഡക്റ്റും തന്നിട്ട് അത് ഏത് പോളിനോമിൻ്റെ റൂട്ട്സിൻ്റെ സമ്മും പ്രൊഡക്റ്റും ആണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ -b/a ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതുപോലെ ആൽഫ ബീറ്റ c/a എടുത്തിട്ട് അതും ഇക്വേറ്റ് ചെയ്യാം. രണ്ടിലും ഡിനോമിനേറ്റർ a ആയി വരുന്നുണ്ട്. സോ എക്ക് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിയും സിയും വ്യത്യസ്ത വാല്യൂസ് ആയിരിക്കും വരിക എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമ്മളിവിടെ 1 കൊടുത്തത് കൊണ്ടാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂസ് വന്നിട്ടുള്ളത്. 2 ആണ് കൊടുത്തിരുന്നെങ്കിലോ അതിനനുസരിച്ച് മാറും. അങ്ങനെ എക്ക് ഏത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് പോളിനോമിയൽസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാനൊരു പോളിനോമിയൽ എടുത്തിരിക്കുന്നു. p of x equal to 3x³ - 5x² - 11x - 3 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ എടുത്തിരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 3 -1 ആൻഡ് -1/3. നമുക്ക് ചെയ്യേണ്ടത് ഈ 3 നമ്പേഴ്സ് p of xൻ്റെ സീറോസ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിത് സീറോസ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. എങ്ങനെ ചെയ്യും? p of x എന്ന് പറയുന്ന ഒരു പോളിനോമിയലിൻ്റെ 0 ആണ് k എങ്കിൽ നമുക്കറിയാം p of k എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് k p of xൻ്റെ 0 ആണെന്ന് നമ്മൾ പറയുന്നത്. സോ ആ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓരോ വാല്യൂസും p of x കൊടുത്തിട്ട് അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി. സോ ഞാൻ ആദ്യം p of 3 എടുക്കുകയാണ്. 3 × 3³ - 5 × 3² - 11 × 3 - 3. ഓക്കെ, ഈ വാല്യൂ എന്ത് വരും, 81 വരും. 3³ × 3 വരുമ്പോൾ 3⁴ ആണ് വരിക. സോ 81 വരും. -3² 9 × 5 45 -33 -3. സോ 81 മൈനസ് ഇത് ആഡ് ചെയ്താൽ എന്ത് വരും, 81 ഉണ്ട്. -81 വരും, കാരണം 3 നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. സോ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എന്താ 81 - 81 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ദാറ്റ് മീൻസ് 3 അതിൻ്റെ ഒരു 0 ആണ് എന്ന് കിട്ടി. ഇനി -1 കൊടുത്താലോ, ഞാൻ p of -1 എടുക്കുകയാണ്. സോ 3 × -1 whole cube - 5 × -1 whole square -11 × -1 -3 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ എന്ത് വരും, -3 -5 മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആയി മാറി. പിന്നെ ഈ ഒരു മൈനസ് × 5 ഈ മൈനസും കൂടി പ്ലസ് ആയി +11 എന്ന് വരും. പിന്നെ ദെൻ -3. ഓക്കെ, അപ്പോൾ ഇവിടെ 3 നമ്പേഴ്സ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതെല്ലാം ആഡ് ചെയ്താൽ സംഭവിക്കും 3 + 3 6 + 5 11 എന്ന് വരും. അതായത് -11 + 11 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0.
ഇതുപോലെ ഈ 1/3 എന്നുള്ള വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 3 - 1 - 1/3 എന്നുള്ള നമ്പേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ പ്രോപ്പർട്ടീസും, ഇവിടെ ക്യൂബിക് പോളിനോമിയലാണ്, അതുകൊണ്ട് 3 പ്രോപ്പർട്ടീസ് വരും. ആ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ ആവശ്യമുള്ളൂ. ഇനി ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം, ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്. ഡിവിഷൻ അൽഗോരിതം ഫോർ ഇൻറ്റിജേഴ്സ് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. അതായത് എ ബി എന്ന് പറഞ്ഞ ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആൻഡ് 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്നുള്ള ഫോമിൽ അല്ലേ. ഇതാണ് ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി പോളിനോമിയൽസിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ഡിവിഷൻ അൽഗോരിതം വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോളിനോമിയലിനെ അതിനേക്കാൾ ഡിഗ്രി കുറവുള്ള പോളിനോമിയലായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ 2x² + 3x + 1 എന്നുള്ളൊരു പോളിനോമിയൽ എടുക്കുകയാണ്. ഇതിന് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനേക്കാൾ ഡിഗ്രി കുറവുള്ള ഒരു പോളിനോമിയൽ കൊണ്ട് തന്നെ വേണം ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ഞാൻ x+2 ആക്കി എടുക്കുകയാണ്. ഇനി അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ x² ഈ ഒരു ടേമിനെ ഈ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ. അതായത് 2x² / x ചെയ്യുമ്പോൾ എന്ത് വരും, 2x വരും. സോ ആ 2x നമ്മൾ ഇവിടെ എഴുതും. സോ ഇനി എന്ത് ചെയ്യണം, ഈ 2xനെ മൊത്തം പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലൈക്ക് ടേംസിൻ്റെ താഴെ ലൈക്ക് ടേംസ് വരുന്ന രീതിയിൽ താഴെ എഴുതണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. 2x × x എന്ന് പറയുന്നത് 2x² തന്നെയാണ്, പ്ലസ് 2x × 2 എന്ന് പറയുന്നത് എന്താണ്, 4x ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 2x² - 2x² എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 3x - 4x എന്ന് പറഞ്ഞാൽ -x ആണ്. +1 ഞാൻ താഴേക്ക് അതുപോലെ എടുത്തി. ഇനി -xനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, -1 വരും. ഇനി എന്ത് ചെയ്യണം, -1നെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × x - x, -1 × 2 -2. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, -x - -x എന്ന് പറഞ്ഞാൽ 0 വരും. 1 -2 ആണ് അല്ലേ. സോ നമ്മൾ ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈൻ എന്താണോ അതൊന്ന് ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുക, എന്നിട്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ വാല്യൂസിന് നമ്മൾ കാൽക്കുലേഷന് നമുക്ക് തെറ്റൊന്നും വരില്ല. സോ -x + x എന്ന് പറയുമ്പോൾ 0, 1 + 2 എന്ന് പറയുന്നത് 3. സോ നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്താ, 3 ആണ്. ഇനി 3 നമുക്ക് x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. കാരണം ഇതിനേക്കാളും ചെറിയ ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ ഡിഗ്രി 0 ആണ്. സോ ഇപ്പോൾ 2x² + 3x + 1 എന്നുള്ള ഒരു പോളിനോമിയൽ x+2 ഉള്ള മറ്റൊരു പോളിനോമിയൽ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിഗ്രി ഇതിനേക്കാളും കുറവായിരുന്നു. പോളിനോമിയൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോഷ്യൻ 2x - 1ഉം അതുപോലെ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. സോ നോർമലി നമ്മൾ നമ്പേഴ്സിൻ്റെ ഡിവിഷനിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 2x² + 3x + 1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ് അല്ലേ. അതായത് x+2 × 2x - 1 + 3 ആണ്. ഞാൻ ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ ഡിവൈഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. വേർഡ്സിൽ എഴുതിയിരിക്കുന്ന വേർഡ്സിൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്തി. ഇത് കണ്ടിട്ട് നമ്മുടെ ഈ അൽഗോരിതം പോലെ തോന്നുന്നുണ്ടോ? ആരെന്ന് പറഞ്ഞത് റിമൈൻഡർ ആണ് അല്ലേ. അതുപോലെ ഒരു റിമൈൻഡർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്യൂ ആറൊക്കെ കിട്ടുന്നത് അല്ലേ. അതുപോലെ നമുക്ക് ക്യൂ പോലെ ഒരു സംഭവം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ആറ് പോലെ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. x² - 2x - 3 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, x = 1 എന്ന് പറയുന്നത് അതിൻ്റെ 0 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്ക്വയർ ആണ്, ഡിഗ്രി 2 ആണ്, അതുകൊണ്ട് എത്ര അറ്റ്മോസ്റ്റ് 2 zeros ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ 0 ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് ക്വസ്റ്റ്യൻ. ഒരു 0 അറിയാമെങ്കിൽ ബാക്കിയുള്ള സീറോസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി. x = 1 ഒരു 0 ആണെങ്കിൽ
എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയൽ ഫാക്ടർ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എന്താണോ അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. സോ എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് തന്നെ വരും. സോ എക്സ് ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്. ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? സൈൻ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ആഡ് ചെയ്താലും മതി. സോ ഇവിടെ 0 ആയിപ്പോയി. ഇവിടെ എന്ത് വരും? മൈനസ് എക്സ് മൈനസ് 3 വരും. ഇനി മൈനസ് എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് 1. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 1 എന്നുള്ള ഫോമിലേക്ക് വരും. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 ആയിപ്പോയി. മൈനസ് 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 4 ആണ്. ഓക്കെ, അവിടെ വെച്ച് നിർത്തേണ്ടി വരും കാരണം ഡിഗ്രി ഇതിനേക്കാളും കുറവായി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്തായി? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ള ഫോമിലായി അല്ലേ. സോ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് 4 എന്നുള്ള ഫോമിലായി. ഇവിടെ റിമൈൻഡർ മൈനസ് 4 ആണ്. സോ നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പർ ഇതാണ്, കോഷ്യൻ്റ്. ഒക്കെ കിട്ടി. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുകയാണെങ്കിൽ ഡിവൈഡൻറ്റ് is equal to divisor into quotient പ്ലസ് റിമൈൻഡർ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് കിട്ടി. സോ ഇതുപോലെ ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് പറയാം, ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ ഡിഗ്രി കുറവുള്ള ഒരു പോളിനോമിയൽ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കോഷ്യൻ്റ് റിമൈൻഡർ ഒക്കെ കിട്ടും. അതിൽ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. ഇവിടെയുള്ളൊരു കണ്ടീഷൻ കൂടി പറയുന്നത് ഈ റിമൈൻഡറിൻ്റെ ഡിഗ്രി എപ്പോഴും നമ്മുടെ ഡിവൈസറിൻ്റെ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആർ എപ്പോഴും എന്താണ്? ബിയേക്കാളും ചെറിയ നമ്പറാണെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം അതുപോലെ ഈ റിമൈൻഡറിൻ്റെ ഡിഗ്രി എപ്പോഴും ഈ ഡിവൈസറുടെ ഡിഗ്രിയേക്കാളും കുറവായിരിക്കണം എന്നുള്ള കണ്ടീഷൻ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. സോ ഇതാണ് പോളിനോമിയൽസിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് ഡിവിഡൻറ്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ, വേർ the degree of remainder is less than degree of divisor. നമ്മളിവിടെ 0 ലെസ് ദാൻ or ടു ആർ ലെസ് ദാൻ ബി എന്ന് പറയുന്ന പോലെ ഒരു കണ്ടീഷനാണ് റിമൈൻഡറിൻ്റെ ഡിഗ്രി എപ്പോഴും ഡിവൈസറുടെ ഡിഗ്രിയേക്കാൾ ചെറുതാവണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വേർഡ്സിൽ എഴുതി നോക്കാം. സോ നമുക്കൊരു ഡെഫിനേഷനായിട്ട് പറയാം. ഇഫ് പി ഓഫ് എക്സ് and q of x are any two polynomials with g of x not equal to 0. അപ്പോൾ ഇൻഡിജേഴ്സിൻ്റെ അൽഗോരിതം കൂടി ഒന്ന് ഓർമ്മിക്കുക. അവിടെ ബി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ പറയാറുണ്ടായിരുന്നു. Then we can find polynomials q of x and r of x such that p of x equal to g of x into q of x plus r of x. ഈ എക്സ്പ്രഷനാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. അവിടെ നമ്മൾ a is equal to bq plus r എന്ന് പറഞ്ഞതുപോലെ ഇവിടെ p of x equal to g of x into q of x plus r of x, where r of x equal to 0 അല്ലേ. അവിടെ നമ്മൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r എന്നാണ് പറയാറുള്ളത്. സോ r of x 0 ആവാം, റിമൈൻഡർ 0 വരാലോ. ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും, ഇല്ലെങ്കിൽ ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്.